നമസ്കാരം. വാളെടുത്തവൻ വാളാൽ എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരം ഒരു അവസ്ഥയിലേക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പുറത്തു വന്ന ഒരു വാർത്ത അയോധ്യയിൽ നിന്ന് തുടങ്ങി അയോധ്യയിൽ തന്നെ BJP അവസാനിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും എല്ലാ നിലക്കും അത് സത്യമാണ്, ശരിയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 200 കോടി രൂപ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഭാവന കൊള്ളയിലൂടെ നടത്തിയെന്ന ഒരു വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും രാമക്ഷേത്ര നിർമ്മാണമായിരിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. എന്തിനായിരുന്നു രാമക്ഷേത്രം നിർമ്മിച്ചത്, എന്തിനാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് എന്നത് ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതാണ് ഈ അയോധ്യയിൽ നിന്ന് തുടങ്ങി അയോധ്യയിൽ തന്നെ അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നത്. എന്തായാലും രാജ്യത്തെ യുവാക്കൾ ഇപ്പോൾ BJP എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിനെതിരെ, രാജ്യം ഭരിക്കുന്ന അഹങ്കാരികളായിട്ടുള്ള ഭരണാധികാരികൾക്കെതിരെ ശക്തമായി നിലകൊണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ നടന്ന പ്രതിഷേധം, സമരം, അത് അധികാരികളെ വിറപ്പിച്ചിരിക്കുകയാണ്. അധികാര കേന്ദ്രങ്ങളെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ CJP എന്ന് പറയുന്ന പാർട്ടി അത് രൂപം കൊണ്ടത് 2026 മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ ആ ഒരു പാർട്ടി, ആ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അതിന്റെ പ്രവർത്തകരെ BJPക്കാർ തലങ്ങും വിലങ്ങും ആക്രമിച്ചിട്ടുണ്ട്. അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന അതിന്റെ സ്ഥാപകൻ, ആ സ്ഥാപകനെതിരെ പലപ്പോഴും പൊതുജന മധ്യത്തിൽ ആ സ്ഥാപകനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ BJPക്കാരായിട്ടുള്ള ചില ആളുകൾ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. നമ്മുടെ കേരളത്തിലെ BJP നേതാക്കന്മാരും പ്രചരിപ്പിച്ചു. എന്തായാലും രാജ്യത്തെ യുവജനങ്ങൾ ശക്തമായി തന്നെ ഇതിനെതിരെയൊക്കെ രംഗത്തിറങ്ങി എന്നുള്ളതാണ്. അവർ സമൂഹ മാധ്യമങ്ങളൊക്കെ നിരന്തരം വീക്ഷിക്കുന്ന ആളുകളാണ്, സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന ആളുകളാണ്. എന്തായാലും ഡൽഹിയിൽ ഇന്നലെ അവർ നടത്തിയ പ്രതിഷേധം, അവർ നടത്തിയ സമരം, അത് അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അധികാരികൾക്ക് വേണ്ടി യുവാക്കളുടെ വായ് മൂടിക്കെട്ടാം എന്നവർ ചിന്തിച്ചു, അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചു. എന്തായാലും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിവരമുള്ള ആളുകളാണ്, പലരും ബിരുദധാരികളാണ്. അതിന്റെ സ്ഥാപകൻ പോലും വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ലാത്തത് വിദ്യാഭ്യാസമാണ്. അതുപോലെ തന്നെ RSSകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവരമില്ല. അവരെന്തായാലും ശാഖയിൽ നിന്ന് പഠിച്ച ആ അറിവ് വെച്ച് ഈ യുവാക്കളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. യുവാക്കൾ ഉയർത്തുന്ന വിഷയങ്ങൾ രാജ്യം ഒറ്റക്കെട്ടായി അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ഉയർത്തുന്ന വിഷയം എന്ന് പറയുന്നത് NEET UG പരീക്ഷാ ക്രമക്കേടുകൾ അന്വേഷിക്കുക, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഈ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ജീവൻ ഒടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കുക. ഇത്തരത്തിലുള്ള വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് അവരിപ്പോൾ സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ രാജ്യത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ അവർ ഉന്നയിക്കുന്നത്. ഈ വിഷയങ്ങൾക്കൊരു മറുപടി കിട്ടണം, പരിഹാരം ഉണ്ടാകണം. ഇതാണ് അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് പലരും അവരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്നലെ CPIM-ന്റെ നേതാക്കന്മാർ, MA ബേബി ഉൾപ്പെടെയുള്ള CPIM-ന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ, SFI, അതുപോലെ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുണ്ടായിരുന്നു. ഇന്നിതാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ MP-മാരുടെ ഒരു പ്രതിഷേധ പരിപാടി നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. എന്തായാലും മറ്റു മുഖ്യമന്ത്രിമാർ പോലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. DK ശിവകുമാർ പങ്കെടുക്കുന്നുണ്ട്, VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഭീഷണി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, സമരം അവസാനിപ്പിക്കില്ല എന്ന ഒരു നിലപാട് എടുത്തിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി. MP-മാർ ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. യുവാക്കൾ ഉന്നയിച്ച വിഷയം രാജ്യം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട്, അതുപോലെ പിന്നീട് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്ദാനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളെ ഈ 15 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് BJPക്ക് വോട്ട് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ നൽകിയ ആളുകളെ പറ്റിച്ച് അധികാരത്തിലെത്തിയ BJP എന്ന് പറയുന്ന പാർട്ടി, ഇപ്പോൾ അധികാരം കൈയാളുന്ന ആളുകൾ, അവരിപ്പോൾ ഇവിടെ യുവജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു നീക്കമാണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും യുവജനങ്ങളുടെ പ്രതിഷേധം ആളിക്കത്തുന്നു. രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ആ പ്രതിഷേധം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും BJP വാളെടുത്തവൻ വാളാൽ എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ബാബരി മസ്ജിദ് വിഷയം ഉന്നയിച്ചും അതുപോലെ തന്നെ രാമക്ഷേത്ര വിഷയം ഉന്നയിച്ചും
യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞുമൊക്കെ അധികാരത്തിലെത്തിയ ആളുകൾ ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അവരുടെ മേൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. വലിയ ക്രമക്കേടുകൾ നടന്ന വാർത്തകൾ പലതും നമുക്ക് കാണാനാകുന്നു. ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ആ സ്ഥാനങ്ങളിൽ തുടരുകയാണ്. ഇന്നലെ CJP-യുടെ നേതാക്കളുമായി ഇവിടെ JP നദ്ദ ചർച്ച ചെയ്യാൻ തയ്യാറായി, നിവേദനം സ്വീകരിക്കാൻ തയ്യാറായി. എന്തായാലും ഈ നിവേദനവുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരമില്ലാതെ ഒരിക്കലും സമരം അവസാനിപ്പിക്കില്ല എന്ന് CJP-യുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമരത്തിന് വ്യാപകമായിട്ടുള്ള പിന്തുണ കിട്ടുന്നു. മറ്റു ചില തമാശകളും ഇപ്പോഴത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ട് അത്ര CJP-ക്ക്. BJP എപ്പോഴും അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അവർ തീവ്രവാദികളും അതുപോലെ തന്നെ വിദേശ ഫണ്ട് വാങ്ങി ഇവിടെ രാജ്യസ്നേഹികളെ അവരെ ആക്രമിക്കുന്ന ആളുകളാണ് എന്ന രീതിയിലൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളാണ്. CJP-യുടെ വിഷയത്തിലും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായി. വിദേശത്ത് നിന്ന് വലിയ ഫണ്ട് വർക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ CJP പ്രവർത്തകർ ഇന്നലെ ഡൽഹിയിൽ സമരത്തിനെത്തിയിട്ടുള്ള ആളുകൾ അവർ ഗതികെട്ട് സമരത്തിനിറങ്ങിയ ആളുകളാണ്. ആ ഗതികെട്ട് സമരത്തിന് ഇറങ്ങിയ ആളുകൾ അവരുടെ ഭക്ഷണം അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില ദൃശ്യങ്ങൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. ഇവിടെ പോലീസ് വളരെയധികം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഈ ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനൊക്കെ അടച്ചു, അതുപോലെ തന്നെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. ഒരു ദൃശ്യങ്ങളും ഒരു വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. എന്തായാലും വിവരങ്ങളൊന്നും പുറത്തു പോകില്ല എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്തായാലും ഈ ചെറുപ്പക്കാർ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എല്ലാ വിവരങ്ങളും എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു. ഇവരെ പോലെ BJP-ക്കാരെ പോലെ RSS-കാരെ പോലെ വിവരമില്ലാത്ത ഒരു വിഭാഗം ആളുകളാണ്, ഒരു കൂട്ടമാണ് ഈ CJP എന്ന രീതിയിൽ അത്തരത്തിലൊരു പേരിൽ ഒരു വലിയ യുവജന കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്, സമരത്തിനെത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് എന്നൊക്കെയാണ് ഇവർ ധരിച്ചു വെച്ചത്. എന്തായാലും ആ ധാരണ തെറ്റാണ് എന്ന് രാജ്യത്തെ ചെറുപ്പക്കാർ തന്നെ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇത് കുട്ടിക്കളിയല്ല, നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ പറയുന്നു. എന്തായാലും അവരങ്ങനെ പറയുമ്പോൾ അവരെ ഏറ്റെടുക്കാൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് BJP-യുടെ അന്ത്യം കണ്ടേ ഈ സമരങ്ങളൊക്കെ അവസാനിക്കൂ എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.